ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ്റെ പ്രൊസീജിയറാണ്. നമ്മൾ കീമിന് അപ്ലൈ ചെയ്യണം, നീറ്റിന് അപ്ലൈ ചെയ്യണം, നീറ്റിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നമുക്കറിയാം, കേരളത്തിൽ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 സയൻസ് വേണം. മോസ്റ്റ് പ്രോബബിളി നമുക്ക് +2 ബയോ സയൻസ് തന്നെ വേണം. ചില കോഴ്സുകൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് ബയോളജി ഇല്ലെങ്കിലും അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സാണ് BSc പ്രോസ്റ്ററ്റിക്കും അതുപോലെ തന്നെ BASLP. ഈ രണ്ട് കോഴ്സിൽ നമ്മൾ +2 ബയോളജി കമ്പൽസറി അല്ല, ഫിസിക്സും കെമിസ്ട്രി മാത്രമാണ് കമ്പൽസറി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ കേരളത്തിലെ കോളേജുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം അല്ലേ? എങ്കിൽ മാത്രമല്ലേ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കേരളത്തിലെ കോളേജുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകളുമുണ്ട്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമുണ്ട്. നമുക്കറിയാം എഞ്ചിനീയറിങ്ങിനൊക്കെ ആണെങ്കിൽ എയ്ഡഡ് കോളേജുകളുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഗവൺമെൻറ് കോളേജുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പം ഗവൺമെൻറ് കോളേജുകളിലെ 100% സീറ്റും മെറിറ്റ് സീറ്റാണ്, അതായത് ഗവൺമെൻറ് സീറ്റാണ്. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 50% സീറ്റും ഗവൺമെൻറ് സീറ്റാണ്. ഇങ്ങനെയുള്ള ഗവൺമെൻറ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം? LBSൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. LBScenter.in എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ LBS ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അഡ്മിഷനൊക്കെ ലഭിക്കുക കേട്ടോ. അപ്പോൾ LBS എങ്ങനെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക? നമ്മുടെ +2ൻ്റെ പ്രത്യേകം പറയാം, +1ൻ്റെ മാർക്ക് നോക്കില്ല, +2ൻ്റെ മാത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജുകൾ കൂട്ടും. സപ്പോസ് നമുക്ക് ഫിസിക്സിന് 120-ൽ 90 മാർക്സാണ് ഉള്ളതെങ്കിൽ എത്ര പെർസെൻറ്റേജാണ്? 75% അല്ലേ? അപ്പോൾ ആ 75 ആഡ് ചെയ്യുക, പ്ലസ് അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും പെർസെൻറ്റേജ് കൂട്ടുക. അങ്ങനെ പെർസെൻറ്റേജ് കൂട്ടി 300-ലുള്ള ഒരു ഇൻഡെക്സ് മാർക്കായിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ആ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ നടക്കുകയും ചെയ്യാം. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു, ഏകദേശം 15 കോഴ്സുകൾ LBS വഴി നമുക്ക് അലോട്ട്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. എല്ലായിടത്തേക്കും ഒരേ റാങ്ക് ലിസ്റ്റ് അല്ല കൺസിഡർ ചെയ്യുക. നമ്മൾ പറഞ്ഞു BASLP, BSc പ്രോസ്റ്ററ്റിക് ഈ 2 കോഴ്സിനും നമുക്ക് എന്താവശ്യമില്ല, +2-ൽ ബയോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി 3ാമത്തെ സബ്ജക്റ്റായിട്ട് നമുക്ക് ബയോളജി പകരം വേറെ ഏതെങ്കിലും സബ്ജക്റ്റാണ് ഉള്ളതെങ്കിലും ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് അവിടെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ബയോളജിയും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാത്സും പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാത്സിനാണ് കൂടുതൽ മാർക്കെങ്കിൽ അതിൻ്റെ മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് BSc പ്രോസ്റ്ററ്റിക് എന്ന് പറയുന്ന പ്രോസ്റ്ററ്റിക്കിനും ഇതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ്. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക, ബയോളജി വേണമെന്നില്ല, ബയോളജിക്ക് പകരമുള്ള വേറൊരു സബ്ജക്റ്റ് ആയാലും മതി. അപ്പോൾ BASLP, BSc പ്രോസ്റ്ററ്റിക്കിന് നമുക്ക് ബയോളജി കമ്പൽസറി അല്ല, ഫിസിക്സ്, കെമിസ്ട്രി മാത്രമാണ് കമ്പൽസറി. പ്രോസ്റ്ററ്റിക്കിന് എന്തും കൂടെ ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ കൂട്ടിയ ഒരു ഇൻഡെക്സ് മാർക്കായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ LBSൻ്റെ കാര്യം തീരുമാനമായി. അപ്പോൾ കേരളത്തിലെ കോളേജുകളിലേക്ക് LBS വഴി മാത്രമാണോ അഡ്മിഷൻ ഉള്ളത്? അല്ല അല്ലേ? LBS മാത്രമല്ല, നമുക്ക് പറയാം 50% സീറ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെൻറ് സീറ്റാണ്. ബാക്കി 50% സീറ്റ് അവിടെ ഉണ്ടല്ലോ. ആ 50% സീറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മാനേജ്മെൻറ്റ് സീറ്റാണ്. ഈ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് 50%-ലും 50 മാനേജ്മെൻറ്റ് സീറ്റ് അല്ല, അതിൽ 35% മാനേജ്മെൻറ്റ് സീറ്റ്. 15 സീറ്റ് എന്ന് പറയും, 15% സീറ്റ് എന്ന് പറയുന്നത് NRI സീറ്റാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ NRI ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ NRI സീറ്റിലേക്ക്, അതായത് ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും NRI സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലും NRI സീറ്റ് ഉണ്ട്. ഈ NRI ഡോക്യുമെൻറ്റ്സുമായിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ ഈ NRI സീറ്റിൽ എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. NRI സീറ്റിൽ ഭയങ്കര ഫീസോ ഡൊണേഷനോ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പോൾ NRI ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളുടെ അടുത്ത ബന്ധക്കാരിൽ ആരെങ്കിലും ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ NRI ഡോക്യുമെന്റ്സ് കിട്ടും. കുറച്ച് നേരത്തെ നോക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ NRI സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഈ 35% സീറ്റ്, അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക? ഇങ്ങനെയുള്ള ഈ 35% മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഈ കോളേജുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള അസോസിയേഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഏറ്റവും വലിയ അസോസിയേഷൻ എന്ന് പറയുന്നത് PNC MAC ആണ്. അതുപോലെ തന്നെ AMCSFNCK,
അതുപോലെ സി പാസ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട്. ഈ അസോസിയേഷൻസ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഒന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ PNC മാക്കിൽ നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിൻ്റെ മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, PNC മാക്കിൽ CBSE, ISC സിലബസിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു 5% ബോണസ് മാർക്കും കൂടെ ഉണ്ടാകും. കഴിഞ്ഞ വർഷം, അതിന് പിന്നത്തെ വർഷമൊക്കെയാണ് 10% ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് അത് 5% ആയിട്ട് മാറിയത്. അപ്പോൾ അവർക്ക് കുറച്ചൊരു മുൻഗണനയുണ്ട് നമ്മുടെ PNC മാക്കിൽ. ഇനി AMCS FNCK എന്ന് പറയുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളുടെ അസോസിയേഷനാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിസ്ത്യൻ കുട്ടികൾക്കാണ് കൂടുതലും സീറ്റ് ഉണ്ടാവുക. ഏകദേശം ഒരു 90% ആ സീറ്റുകളിൽ ക്രിസ്ത്യൻ കുട്ടികൾക്കായിരിക്കും സീറ്റ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ കൊടുക്കാതിരിക്കണം എന്നല്ല, അവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ AMCS FNCKയിലും നിങ്ങളുടെ +2 മാത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിൻ്റെ മാർക്കായിരിക്കും നോക്കാം. ഇനി മൂന്നാമത് മറ്റൊരു അസോസിയേഷനാണ് CPAS എന്ന് പറയുന്നത്. CPASൽ +1ൻ്റെയും +2ൻ്റെയും മാർക്ക്, അതായത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ +1ൻ്റെയും +2ൻ്റെയും മാർക്ക് രണ്ടിൻ്റെയും മാർക്ക് കൺസിഡർ ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം LBSൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, AMCS FNCKയിൽ അഡ്മിഷൻ കിട്ടി, രണ്ടിടത്തും ഫീസ് സെയിം ആണ്. PNC മാക്ക് വഴിയോ CPAS വഴിയോ അല്ലെങ്കിൽ AMCS FNCK വഴിയൊക്കെ അഡ്മിഷൻ ലഭിക്കുമ്പോൾ ഈ LBS വഴി നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന അതേ ഫീസ് തന്നെ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, നിങ്ങൾ കോളേജ് ഏതാണ് ബെറ്റർ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, നിങ്ങൾ LBSൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. അത്യാവശ്യം മാർക്കുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർ ഈ പറയുന്ന AMCS FNCK നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് AMCS FNCKയിലോ അല്ലെങ്കിൽ PNC മാക്കിലൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് സംഭവിക്കാം, പക്ഷെ നല്ല കോളേജുകൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി അസോസിയേഷൻസിലൊന്നും ഇല്ലാത്ത കുറേ കോളേജുകളുണ്ട്. ഈ PNC മാക്കിലോ AMCS FNCKയിലോ CPASലോ ഇങ്ങനെയുള്ള അസോസിയേഷൻസിലൊന്നും ഇല്ലാത്ത കുറച്ച് കോളേജുകളുണ്ട്. കൂടുതലും മലബാർ സൈഡിലാണ് ഈ കോളേജുകളുള്ളത്. ഈ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അവർ സ്വന്തമായിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. ഇനി ചില ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കോളേജുകളിലും ഇതേപോലെ അഡ്മിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഗുഡ് ബൈ.